പ്രധാന വാർത്തകൾ. അറബിക്കടലിലും ഗൾഫ് ഓഫ് ഏഡനിലും കടൽക്കൊള്ളക്കാരുടെ ആക്രമണം തടയാൻ നാവികസേന 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. കോഴിക്കോടും പാലക്കാടും തൊട്ടുപിന്നിൽ. മതപണ്ഡിതർ അനാവശ്യ വിവാദങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കണമെന്ന് സ്പീക്കർ എ.എൻ. ഷംസീർ. അണ്ടർ 19 ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അറബിക്കടലിലും ഗൾഫ് ഓഫ് ഏഡനിലും കടൽക്കൊള്ളക്കാരുടെ ആക്രമണം തടയാൻ നാവികസേന 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. ഡ്രോൺ ആക്രമണങ്ങൾ തടയാൻ ജിപിഎസ് ജാമറുകളും മിസൈൽ ശേഷിയും ലേസർ സംവിധാനവും ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകൾ കപ്പലുകളിലുണ്ടെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ വെളിപ്പെടുത്തി. കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണങ്ങളും ഇല്ലാതാക്കാൻ കൂടുതൽ കപ്പലുകൾ മേഖലയിൽ വിന്യസിക്കാൻ ഗവൺമെന്റിനോട് അനുമതി തേടിയിട്ടുണ്ടെന്ന് ആർ ഹരികുമാർ അറിയിച്ചു. ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാർ അപകടത്തിൽപ്പെട്ടാൽ അവർ എവിടെയാണെങ്കിലും രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരികയെന്ന വെല്ലുവിളി നാവികസേനയ്ക്കുണ്ടെന്ന് സേനാ മേധാവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം MV ലിലി നോർഫോക്ക് എന്ന കപ്പലിലെ 15 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചിരുന്നു. കടൽക്കൊള്ള എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അഡ്മിറൽ ആർ ഹരികുമാർ വ്യക്തമാക്കി. ജയ്പൂരിൽ ഡിജിപിമാരുടെയും ഐജിപിമാരുടെയും ദേശീയ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പങ്കെടുക്കും. ഇന്നലെ അദ്ദേഹം ഏതാനും സെഷനുകളിൽ പങ്കുചേർന്നിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ, ജയിൽ പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് സൌദി അറേബ്യയിലെത്തും. ഈ വർഷത്തെ ഹജ്ജ് ഉഭയകക്ഷി ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനും കൈമാറാനും വേണ്ടിയാണ് ഇരുവരും സൌദിയിലെത്തുന്നത്. സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൌഫിക് ബിൻ ഫൌസാൻ അൽ റബിയയുമായി അവർ കൂടിക്കാഴ്ചയും നടത്തും. ഇന്ത്യയുടെ ആദ്യ സൌരദൌത്യം ആദിത്യ L1 വിജയകരമായി ഹാലോ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചതോടെ ഈ ലക്ഷ്യം കൈവരിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തെ 4ാമത്തെയും രാജ്യമെന്ന നേട്ടം ഇന്ത്യ സ്വന്തമാക്കി. അടുത്ത 5 വർഷം സൂര്യനെ അഭിമുഖീകരിക്കുന്ന ആദിത്യയിലൂടെ സൌര ഗവേഷണത്തിൽ നിർണായക വിവരങ്ങൾ നേടാനാവുമെന്നാണ് വിലയിരുത്തുന്നത്. സൂര്യന്റെ കൊറോണ, ഫോട്ടോസ്ഫിയർ, റേഡിയേഷൻ, സൌരകിരണങ്ങൾ എന്നിവയെപ്പറ്റി ആദിത്യയിലൂടെ വിവരങ്ങൾ ലഭ്യമാകും. സ്വന്തം പാരമ്പര്യത്തിലെ വിശ്വാസവും സാംസ്കാരിക പശ്ചാത്തലങ്ങളും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. പാരമ്പര്യത്തിന് ഒട്ടേറെ കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാൻ കഴിയും. പരമ്പരാഗതമായി ഉപയോഗിച്ചുവരുന്ന ചെറുധാന്യങ്ങൾക്ക് നിരവധി പോഷകഗുണങ്ങൾ ഉണ്ടെന്നും അവ കാർബൺ ബഹിർഗമനത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുമെന്നും പി പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിൽ ജയശങ്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു. യോഗയ്ക്ക് ആഗോളതലത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്നത് ഇന്ത്യൻ പാരമ്പര്യ മൂല്യങ്ങൾ ലോകം തിരിച്ചറിയുന്നതുകൊണ്ടാണെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. വിവിധ ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലെ സൌജന്യ LPG സിലിണ്ടർ വിതരണവും ഡ്രോൺ പ്രദർശനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഇതിനകം 66 പഞ്ചായത്തുകളിൽ യാത്രാ പര്യടനം പൂർത്തിയാക്കി. ഇന്നലെ തിരൂരങ്ങാടി ബ്ലോക്കിലെ നന്നമ്പ്ര, മുന്നിയൂർ, തേഞ്ഞിപ്പലം, പെരുവള്ളൂർ, വള്ളിക്കുന്ന് പഞ്ചായത്തുകളിലെത്തിയ യാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ന് തിരൂർ താലൂക്കിലെ നിറമരുതൂർ, താനാളൂർ പഞ്ചായത്തുകളിൽ യാത്രയെത്തും. ജില്ലയിൽ ഈ മാസം 20-ന് പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളത്തെ പരിപാടിയോടെ യാത്ര സമാപിക്കും. കോഴിക്കോട് ജില്ലയിൽ തൂണേരി ബ്ലോക്കിലെ പര്യടനം പൂർത്തിയായി. ഇന്നലെ എടച്ചേരി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിപാടി രാജ്യസഭാ MP ധനഞ്ജയ് മഹാദിക് ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നരിപ്പറ്റ പഞ്ചായത്തിലും ഇന്നലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തി. നഗരപ്രദേശത്തെ യാത്ര കൊയിലാണ്ടിയിലും പയ്യോളിയിലും പര്യടനം നടത്തി. കണ്ണൂർ ജില്ലയിൽ നഗരപ്രദേശത്തെ യാത്ര നാളെ രാവിലെ കാൽടെക്സ് KSRTC ഡിപ്പോയ്ക്ക് സമീപവും ഉച്ചകഴിഞ്ഞ് ജില്ലാ ആശുപത്രിക്ക് സമീപവും എത്തും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര നാളെ രാവിലെ മൊകേരി പഞ്ചായത്തിലാണ്. ഉച്ചകഴിഞ്ഞ് പന്നിനൂർ പഞ്ചായത്തിലും എത്തും. കഴിഞ്ഞ വർഷം ദുബായിൽ ആഗോള കാലാവസ്ഥാ ഉച്ചകോടിക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ 140 ഭാഷകളിൽ ഗാനമാലപിച്ച മലയാളി ഗായിക സുചേത സതീശന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു. കണ്ണൂർ സ്വദേശിയും UAEയിൽ താമസക്കാരിയുമാണ് സുചേത. ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭാഷകളിലാണ് അവർ ഗാനങ്ങൾ ആലപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഒറ്റക്കെട്ടായ ശ്രമങ്ങൾക്കും ആഗോള സഹകരണത്തിനും ആഹ്വാനം നൽകുന്നതായിരുന്നു സംഗീത പരിപാടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 174 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 674 പോയിന്റുമായി കണ്ണൂർ മുന്നേറ്റം തുടരുന്നു.
663 പോയിന്റ് വീതം നേടി കോഴിക്കോടും പാലക്കാടുമാണ് തൊട്ടുപിന്നിൽ. 646 പോയിന്റുമായി തൃശൂരാണ് മൂന്നാമത്. ആതിഥേയരായ കൊല്ലം 638 പോയിന്റുമായി നാലാം സ്ഥാനത്തുണ്ട്. സ്കൂളുകളിൽ 171 പോയിന്റുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആധിപത്യം തുടരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. മേളയുടെ നാലാം ദിവസമായ ഇന്ന് വേദി 1 ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തോടെ അരങ്ങുണരും. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം, നാടകം, ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തം, കോൽക്കളി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളും ഇന്ന് വേദിയിലെത്തും. അവധി ദിവസമായതിനാൽ നിരവധി പേർ മത്സരങ്ങൾ ആസ്വദിക്കാനെത്തുമെന്നാണ് വിലയിരുത്തൽ. കലോത്സവം നാളെ സമാപിക്കും. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ KYC സംവിധാനം ഉപയോഗിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യ വിവാഹ രജിസ്ട്രേഷൻ നടത്തി. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മലയാളിക്ക് കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് നേടാം. ഡെസ്ക് റിപ്പോർട്ട്. ഗോവിന്ദപുരത്തെ ശ്രീലക്ഷ്മിയും പൂവാട്ടുപറമ്പിലെ വിവേകുമാണ് KYC സംവിധാനത്തിൽ വിവാഹ രജിസ്ട്രേഷൻ നടത്തി സർട്ടിഫിക്കറ്റ് നേടിയത്. മറ്റ് 2 അപേക്ഷകളിൽ ജനന മരണ സർട്ടിഫിക്കറ്റുകളും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കെ സ്മാർട്ട് വഴി അനുവദിച്ചു. മറ്റ് സേവനങ്ങളും ഉടൻ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലേക്ക് ചുവടുമാറ്റം നടത്താൻ വിപുലമായ ഒരുക്കങ്ങൾ കോർപ്പറേഷൻ പൂർത്തിയാക്കിയിരുന്നു. മുഴുവൻ സീറ്റുകളിലേക്കും ആവശ്യമായ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഒരുക്കി. 400-ലേറെ ജീവനക്കാർക്ക് ഇതിനാവശ്യമായ പരിശീലനവും നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളും നൽകി. പൊതുജനങ്ങൾക്ക് പുതിയ സംവിധാനം ഉണ്ടാക്കാതിരിക്കാൻ 10 ഫെസിലിറ്റേഷൻ കൌണ്ടറുകളും കോർപ്പറേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലും കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ആദ്യ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറി. കെ സ്മാർട്ട് സേവനം നടപ്പാക്കിയതിനെ തുടർന്ന് പൊതുജനങ്ങളെ സഹായിക്കാൻ പ്രത്യേക കൌണ്ടറും കോർപ്പറേഷൻ ഓഫീസിൽ തുറന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി തയ്യാറെടുപ്പില്ലാതെ നടപ്പാക്കിയത് വിനയായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കെ സ്മാർട്ടിൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടില്ല. സാധാരണക്കാർ എങ്ങനെ അപേക്ഷ നൽകണമെന്ന് ജനങ്ങളിൽ അവബോധവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് കോഴിക്കോട്ട് കേരള മുനിസിപ്പൽ ആന്റ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ സതീശൻ വിലയിരുത്തി. തദ്ദേശ വകുപ്പിൽ കോമൺ സർവീസ് ഏർപ്പെടുത്തിയതും വ്യക്തതയില്ലാതെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ കോമൺ സർവീസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘടനയുടെ പേര് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് മാറ്റിയതായി പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ അറിയിച്ചു. മതപണ്ഡിതരെ കേരളീയ സമൂഹം ആദരവോടെയാണ് കാണുന്നതെന്നും അവർ അനാവശ്യ വിവാദങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പട്ടിക്കാട് ജാമിയ നൂറിയ വാർഷിക സനദ്ദാന സമ്മേളനത്തിൽ ജൂനിയർ കോളേജ് വിദ്യാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മതനിരപേക്ഷ അന്തരീക്ഷം തകരാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തെപ്പോലെ മതപണ്ഡിത സമൂഹത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. വിയോജിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി. അണ്ടർ-19 ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ജോനാസ്ബർഗിൽ 257 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ 48.4 ഓവറിൽ 4 വിക്കറ്റിന് 260 റൺസ് എടുത്തു. മുഷീർ ഖാൻ ഇന്ത്യയ്ക്ക് വേണ്ടി 5 വിക്കറ്റും നമൻ തിവാരി 3 വിക്കറ്റും എടുത്തു. പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യ ഇതിനകം തന്നെ ഫൈനൽ ബർത്ത് നേടിയിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ചയാണ് ഫൈനൽ. കോഴിക്കോട്ടെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണത്തിന് വനഭൂമി വിട്ടുകിട്ടാൻ ജില്ലാ ഭരണകൂടം നടപടി ആരംഭിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വിട്ടുകിട്ടുന്ന വനഭൂമിക്ക് പകരം ചക്കിട്ടപ്പാറയിൽ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ നേരിൽ കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ചാലിയം ഹാർബർ എന്ന സ്വപ്നം ഉടൻ സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ ഘടകം ആവശ്യപ്പെട്ടു. ചാലിയത്തെ തീപിടുത്തത്തിൽ വൻ നഷ്ടം നേരിട്ട തൊഴിലാളികൾക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ അടിയന്തര നടപടി വേണമെന്നും ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ആവശ്യമുന്നയിച്ചു. ആയിരങ്ങളുടെ ജീവത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഫല്യമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ കൈവരിക്കാൻ പോകുന്നതെന്ന് BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനറും സംവാദകനുമായ ശങ്കു T. ദാസ് പറഞ്ഞു. മലപ്പുറം ജില്ലാ ഭാരതീയ വിദ്യാനികേതൻ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ സംഘടിപ്പിച്ച രാമക്ഷേത്രം ചരിത്രവും പശ്ചാത്തലവും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബിക്കടലിലും ഗൾഫ് ഓഫ് ഏഡനിലും കടൽക്കൊള്ളക്കാരുടെ ആക്രമണം തടയാൻ നാവികസേന 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. കോഴിക്കോടും പാലക്കാടും തൊട്ടുപിന്നിൽ. മതപണ്ഡിതർ അനാവശ്യ വിവാദങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ. അണ്ടർ-19 ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി.